തിരുവനന്തപുരം വിളപ്പിൽശാല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി 37 വയസ്സായ ബിസ്മീർ എന്ന ഒരു പയ്യൻ ശകലം പോലും വയ്യാതെ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥയിൽ പാതിരാത്രിയിൽ ശ്വാസം പോലും കിട്ടാതെ ഭാര്യ കൊണ്ടുവരുന്ന ഒരു രംഗം ഒന്ന് കണ്ടു നോക്കണം. ഇത്ര ഗുരുതരാവസ്ഥയിൽ ഈ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഭാര്യയാണ് കൊണ്ടുവരുന്നത്. പാതിരാത്രി 1:30 മണിക്ക് ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ കിടന്ന് പെടയിൽ നെഞ്ചിൽ കൈവയ്ക്കുന്ന വെപ്രാളം എടുത്ത് കാണിക്കണതായ രംഗം. ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, വെപ്രാളം എടുക്കണ്, കിടന്ന് അലമുറയിട്ട് വിളിക്കുന്നു. ഭാര്യ അങ്ങോടണ് ഇങ്ങോടണ്, ഒരു ബഹളം തന്നെ. ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും കൊണ്ട് ആ ഭാര്യ വെപ്രാളം എടുത്ത് ഓടുന്ന രംഗം. ആ പയ്യന് ഒരു ശകലവും വയ്യ, ശ്വാസം കിട്ടാതെ ആയി കിടന്ന് കാണിക്കണതായ രംഗം. അങ്ങനെ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്ന ഒന്ന് കേട്ട് നോക്കണം. കൈരളി ചാനലിലെ ന്യൂസാണ് ന്യായീകരണം. ഹോസ്പിറ്റലിനെ നല്ലതാക്കി പൊക്കി പറഞ്ഞുകൊണ്ട് ന്യായീകരണങ്ങൾ ഒരു പൊക്കിയൊന്ന് എടുത്ത് വെക്കണ്ടേ അതിനു വേണ്ടിയിട്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. ബോധത്തോടെ നടന്ന് ആശുപത്രിയിലെത്തിയ രോഗിക്ക് CPR നൽകാത്തത് ചികിത്സാ പിഴവെന്ന വാദം ശരിയല്ലെന്നും ആരോഗ്യ വിദഗ്ധർ. തിരുവനന്തപുരം വിളപ്പിൽശാല CHSയിലെത്തിയ 37-കാരൻ മരിച്ച സംഭവത്തിൽ ചികിത്സ വൈകിയെന്ന ആരോപണം തെറ്റ്. രോഗി ആശുപത്രിയിലെത്തി. തെറ്റാ? മനുഷ്യരായ നമ്മളെല്ലാവരും എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കണമല്ല തെറ്റാണെന്ന്. ആ സ്ത്രീ ചെന്ന് കിടന്ന് അങ്ങോടണ് ഇങ്ങോടണ് ഭർത്താവിനെയും കൊണ്ടുവന്ന് ഇരുത്തിയ ആ മനുഷ്യൻ വേദന എടുത്ത് വെപ്രാളം എടുത്ത് വിളി വിളിക്കണ്, നെഞ്ചത്തടിക്കണ്. തെറ്റാ? 1.5 മിനിറ്റിനകം അകത്തു കയറിയതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. ബോധത്തോടെ നടന്ന് ആശുപത്രിയിലെത്തിയ രോഗിക്ക് CPR നൽകാത്തത് ചികിത്സാ പിഴവെന്ന വാദം ശരിയല്ലെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. അത് ഏത് ആരോഗ്യ വിദഗ്ധരാണ് വ്യക്തമാക്കണത്? അത് കൊള്ളാല്ല. എപ്പം ഈ ജനങ്ങളെ മണ്ടന്മാരാക്കണ. തിരുവനന്തപുരം കൊല്ലംകോണം സ്വദേശി ബിസ്മീർ വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെത്തി പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് മരിച്ചത്. ആശുപത്രിയിൽ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വൈകിയെന്നും ചികിത്സാ പിഴവുണ്ടായെന്നുമായിരുന്നു ആരോപണം. ഈ ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് സർക്കാർ ആശുപത്രിക്കെതിരെ വ്യാപക പ്രചരണവും നടന്നു. എന്നാൽ ഒരു വ്യാപക പ്രചരണവും അല്ല. ആ സ്ത്രീ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് എത്ര നേരം അങ്ങോടി ഇങ്ങോടി വെപ്രാളം എടുത്ത് ഓടുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലുകാർ വെളിയിലൊന്ന് ഇറങ്ങോ ആ ഗ്രില്ലൊന്ന് തുറക്കുകയോ ചെയ്തിട്ടില്ല. അതിൽ ചെന്നിടുന്ന ആ സ്ത്രീ അടിച്ച് വിളിക്കുന്നുണ്ട്. ഇവിടെ മരണവെപ്രാളം എടുത്ത് ആ മനുഷ്യൻ കൈയും കാലും ഇട്ട് അടിക്കുന്നുണ്ട്, നെഞ്ചത്തടിച്ച് വിളിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെയും വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുകയാണ് CCTV ദൃശ്യങ്ങൾ. പുലർച്ചെ 1:28 കൂടിയാണ് ബിസ്മീറും ഭാര്യയും ആശുപത്രിയിലെത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ കയറി വരുന്ന രംഗം കാണിക്കുന്നുണ്ട്. അതിൽ കയറി വരുന്നുണ്ട്. 1 മണി കഴിഞ്ഞ് 28 മിനിറ്റും 50 സെക്കൻഡുമായപ്പോൾ ബിസ്മീറിന്റെ ഭാര്യ ജീവനക്കാരെ വിളിക്കുന്നു. കൊണ്ടുവന്ന് അവിടെ ആക്കിയ ഉടനെ വേറുള്ള ന്യൂസുകളിൽ നമ്മൾ കണ്ടതാണ്. കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയതിന് ശേഷം അപ്പോൾ തന്നെ പോയി വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് വീണ്ടും അവർ വന്ന് ഭർത്താവിന് വെപ്രാളം എടുക്കണോണ്ട് വീണ്ടും വന്ന് തടവിയിട്ട് വീണ്ടും പോകുന്നു വിളിക്കുക. എത്ര പ്രാവശ്യം ഇത് ഈ ചാനലിൽ ഒരു പ്രാവശ്യം ആ സ്ത്രീ അങ്ങോട്ട് ഓടുന്നത് മാത്രം കാണിച്ചിട്ടുണ്ട്. ബാക്കി എന്തുകൊണ്ട് കാണിക്കാത്ത? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം എന്തുകൊണ്ട് കാണിക്കാത്തത്? പിന്നെ കാണിക്കണത് CCTVയിൽ എപ്പോഴോ ഒരു പ്രാവശ്യം വന്ന് 10,000 പ്രാവശ്യം ഇങ്ങനെ അടിച്ച് ഗ്രില്ലിൽ അടിച്ചപ്പോഴത്തേക്ക് എപ്പോഴോ വന്ന് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് വന്ന് തൂത്ത് വന്ന് അവളെയൊക്കെ ഉറക്കം നഷ്ടപ്പെടൂലേ. പിന്നെ വന്നിട്ട്
ഈ മനുഷ്യനെ കൊണ്ടുപോണതാണ് CCTV കാണിക്കണം. എന്തിനാണ്? അപ്പോൾ ഒരു പ്രാവശ്യം ആ സ്ത്രീ വന്ന് ഭർത്താവിൻ്റെ അടുത്തോട്ട് വന്ന് അത് അവർ CCTV കാണിക്കുന്ന ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ആളിനെ ഉരുട്ടിക്കൊണ്ട് പോണതും ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണം എന്തുകൊണ്ട് കാണിച്ചില്ല? പോലും തികയുന്നതിന് മുൻപ് 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 32 സെക്കൻഡ് ആയപ്പോൾ രോഗിയും കൂടെയുള്ളവരും അകത്തേക്ക്. എപ്പോഴോ വന്ന ആ സെക്യൂരിറ്റിക്ക് മനസാക്ഷി ഉണ്ടായിരുന്ന ആ ആളും കൂടി വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന രംഗം അത് കാണിക്കുന്നുണ്ട്. അത് എപ്പോഴോ ആണ്. അപ്പോഴൊക്കെ ആളിന് ഒട്ടും വയ്യ, കുഴഞ്ഞ് ഒരാളിന് ശ്വാസം കിട്ടാതെ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് അറ്റാക്കായിരുന്നു. ജീവനക്കാർ ഉറക്കത്തിലായിരുന്നെങ്കിൽ പോലും പുറത്തേക്ക് വന്ന് ഗേറ്റ് തുറന്ന് രോഗിയെ അകത്തേക്ക് കൊണ്ടുപോകാൻ എടുത്തത് 1 മിനിറ്റ് 42 സെക്കൻഡ്. കള്ളത്തരം പറയരുത്. എത്രേ നേരം കഴിഞ്ഞാണ് ഇവര് സഹിക്കവയ്യാതെ അടിവിളി നടത്തിയിട്ടാണ് ഉറക്കം അവർക്ക് ശല്യമായി. എന്നിട്ടും വന്ന് പറഞ്ഞത് എന്തോന്നിൽ കൊണ്ടുവന്ന് അതൊന്നും ഇതിൽ പറയണില്ല. എന്തോന്നിൽ കൊണ്ടുവന്ന് അവർ സ്കൂട്ടിയിലാണ് ആ സ്ത്രീ കൊണ്ടുവന്നത്. പാതിരാത്രിയിൽ സ്കൂട്ടിയിൽ ഇരുത്തി കൊണ്ടുവന്ന് വയ്യാതെയാണ് വന്ന് അവിടെ ഇരിക്കണത് മാത്രമെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തം. ആവശ്യമായ ചികിത്സ നൽകിയില്ല എന്നതാണ് മറ്റൊരു ആരോപണം. അങ്ങും ഓരോ CCTVയുടെ അറ്റവും മൂലം എടുത്തു വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ശ്വാസം മുട്ടലുമായി എത്തുന്ന രോഗിക്ക് ഒരു സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്ന ചികിത്സ 2 തരം ഇഞ്ചക്ഷനും നെബുലൈസേഷനും ഓക്സിജനുമാണ്. ഇത് നൽകിയിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്കായി ഓക്സിജൻ സപ്പോർട്ടോടുകൂടി എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ എത്തുപൂല ഓക്സിജൻ ഒരു എത്തുപൂല എടുത്ത് ഇവിടെ വെച്ചു കൊടുത്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. രോഗിക്ക് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോട്ട് റെഫർ ചെയ്തത്. അത് കൊണ്ടുപോകാനായിട്ട് ആംബുലൻസിൽ ഒരു സജ്ജീകരണങ്ങളും ഇല്ല. ഓക്സിജൻ്റെ സജ്ജീകരണങ്ങൾ സാധാരണ ഇങ്ങനെ ഇത്രയും വയ്യാതെ വെപ്രാളമെടുത്ത് ശ്വാസം കിട്ടാതെ വരുന്ന ഒരു രോഗിക്ക് ആംബുലൻസിൽ ഒരു ഓക്സിജൻ പോലും ഇല്ലാതെയാണ് കയറ്റി കൊണ്ടുപോണത്. അങ്ങോട്ട് കയറ്റിയപ്പോൾ തന്നെ ആളിൻ്റെ ശ്വാസവും നിലച്ചു. വായിന്ന് നൊരയുമ്പതേം വന്നെന്നോ ഒക്കെ പറയുന്നു. ഭാര്യ ജാസ്മിൻ കുറച്ച് വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ആളെന്തായാലും മരണപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ മണിക്കൂറുകളോളം ഇവിടെ ഇട്ടിരുന്നതിന് ശേഷമാണ് കുറച്ച് നേരം കഴിഞ്ഞ് ഒരുപാട് വിഷമം ഉണ്ടാക്കി ആ ഒരു കുട്ടി കിടന്ന് അങ്ങോടെ ഇങ്ങോടെയൊക്കെ ചെയ്ത് അതിനിടയിൽ വെച്ച് ഇതൊക്കെ സംഭവിച്ചു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കണത്. ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല. അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം. ഞാൻ ഓടി വരുമെന്ന് വിളിച്ചു. എൻ്റെ ഇക്ക അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കിടന്ന് വിളിക്കുന്നുണ്ട്, കൈ ഉയർത്തി കിടന്ന് വിളിക്കുകയാണ്, രക്ഷിക്കണേ, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു. ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്ന് പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത്. അകത്ത് പോയപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിലിരുത്താൻ. എന്നിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ്, അപ്പോൾ ഡോക്ടർ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഒന്ന് ആവി കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആ നഴ്സ് വെറുതെ സ്വിച്ചിട്ടിട്ട് ഇങ്ങനെ ആവിയുടെ ഇതിങ്ങ് തരായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്സിജൻ കൊടുത്തില്ല, അതുകൂടെ തരുമോയെന്ന് ചോദിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ വന്ന് രോഗികളെ ഒരു പക്ഷേ പാതിരാത്രിയൊക്കെ ചെന്ന് അവരെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ ഭയങ്കര ദേഷ്യമല്ലേ. ശേഷമാണ് ഓക്സിജൻ്റെ ഇതെടുത്ത് തന്നത്. അപ്പം ഞാനിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി അപ്പോഴേ ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പിടിച്ചു കൊടുക്കുമോ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചുണ്ടൊക്കെ അങ്ങ് കറുത്തു. അതാണ് ആ സെക്യൂരിറ്റിയെ കാണിക്കുന്നുണ്ട്, സെക്യൂരിറ്റി കൊണ്ടുപോകണതാ. ഇയാൾക്കെങ്കിലും ഇത്തിരി മനസാക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ പറയാനുണ്ട് ബോധം പോയെന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചപ്പോൾ നഴ്സ് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. 2 വീലറിലാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സീരിയസ് ആയ ഒരാളെ 2 വീലറിലാണോ കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരണ രോഗിയെ കൂടെ കൊണ്ടുവരണവരാണ് അല്ലെങ്കിൽ രോഗിയാണ് പറയാനുള്ള എനിക്ക് അത് തരുമോ ഇത് തരുമോ. അല്ലാതെ സാധാരണ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് ആ മനുഷ്യന് എന്ത് അസുഖമാണ് എന്നറിഞ്ഞല്ല ചെയ്യണം. ആ കൊണ്ട് ചെല്ലണവർ പറഞ്ഞു കൊടുക്കണം. ഒത്തിരി ആവി പിടിക്കുമോ, ഒത്തിരി ഓക്സിജൻ കൊടുക്കുമോ,
വല്ലാതെ ഇങ്ങനെയൊക്കെ ഈ ഡോക്ടർമാരെയൊക്കെ നിയമിച്ച് വെച്ചിരിക്കണം, സമ്മതിച്ചു കൊടുക്കണം. സിസ്റ്റർമാരെ ആയിരുന്നാലും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കണതാണ് ഒരു ഡോക്ടർ എന്ന് പറയണ. മാലാഖ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് ജീവൻ രക്ഷിക്കണം. അവരെയാണ് ഈ മാലാഖമാരെന്ന് പറയണ. ഇതെന്തോന്നിത്? സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നതാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയണ. അവർക്ക് പണം കാണൂല പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കയറാൻ. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരണത്. ഇവരും പാവങ്ങളാണ്. 2 കുട്ടികളെ ഇട്ടുകൊണ്ട് കിടക്കണതാണ്. ആ മനുഷ്യൻ ഇന്നില്ല. മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത് മനുഷ്യനെ കൊന്നെന്ന് വേണം പറയാൻ. ജീവനോടെ രക്ഷിച്ചെടുക്കാമായിരുന്നു. പക്ഷേ അത് ഹോസ്പിറ്റലുകാർ അത് ചെയ്തില്ല. അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു. അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി. അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി. മൂക്കിൽ നിന്ന് ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് മൂക്കിൽ നിന്ന് പത വരുന്നുണ്ട്. ആ പെൺകുട്ടി പറയണു ആവി കൊടുക്കണ കാര്യം അങ്ങോട്ട് പറയണു. അപ്പോഴേ ആവിയുടെ ഇതെടുത്ത് കയ്യിൽ കൊടുക്കണം. ഓക്സിജൻ കൊടുക്കണ കാര്യം പറഞ്ഞു. അപ്പോൾ ഓക്സിജൻ്റെ ഇതെടുത്ത് കയ്യിൽ കൊടുക്കണം. എന്തോന്ന് ഹോസ്പിറ്റൽ ഇത്? എന്തോന്ന് സിസ്റ്റർമാർ? ഡോക്ടർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല. ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല. ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ഇവരെല്ലാവരും കൂടെ പിടിച്ച് ആംബുലൻസിലോട്ട് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ CPR കൊടുക്കുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കാതെ ഒന്ന് പിടിക്കൂന്ന് പറഞ്ഞു. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു, കരയുന്നു, പക്ഷെ ആരും വന്നില്ല, ആ ഗേറ്റ് തുറന്നില്ല, ഗ്രില്ല് തുറന്നില്ല. എങ്ങനെയെങ്കിലും എത്തിക്കാനല്ലേ നോക്ക് ഹോസ്പിറ്റലിൽ. അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ പറയും എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എത്തിക്കാത്തെന്തെന്ന് ചോദിക്കും. ആ കുട്ടി അത് 2 വീലറിലിരുത്തി കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ആക്കിയപ്പോഴൊക്കെ ഇതിന് നെഞ്ചുവേദനയും കണ്ട കൂടുതലായിരുന്നു. വെപ്രാളം എടുക്കണം ശ്വാസം കിട്ടാതെ. അതെങ്ങനെയായിരുന്നു ആ സമയം? എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവർ എണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല. ഡോക്ടർ അടിയണക്ക് നിൽക്കണം, ഒന്നും ചെയ്യണില്ല. 3 ഡോക്ടർ അങ്ങോട്ട് ഉണ്ടായിരുന്നു. 6, 7, 8 ഡോക്ടറുള്ളതാണ്. 3 ഡോക്ടർ അന്നേരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉറങ്ങണ്ടേ? പിന്നെ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. നെഞ്ചുവേദന അല്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയണം. അപ്പം ഞാനിങ്ങനെ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിൻ്റെതായിരിക്കും. പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും വരത്തില്ല എന്ന് പറഞ്ഞു. എത്ര സുഖമില്ലാതെ ചെന്ന് ഇനി മരണവെപ്രാളം എടുക്കണം എന്ന് പറഞ്ഞാലും പറയും പോയി OP ടിക്കറ്റ് എടുക്കും, അല്ലാതെ അവിടെ നോക്കൂലെന്ന്. അതിൻ്റെ തലേ ദിവസവും വന്നതാണ്. 2 ദിവസം മുമ്പ് കൊണ്ടുവന്ന് കാണിച്ചാണ്. എന്താണെന്ന് എന്നിട്ട് ഒരു പാരസിറ്റാമോൾ ഗുളികയും കൊടുത്തങ്ങ് പറഞ്ഞു വിടും. അവിടെ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാൾ എന്നെ സഹായിക്കാനില്ലായിരുന്നു. വേണ്ട, അവർ സഹായിക്കേണ്ട. ഒന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എൻ്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത്. അപ്പോഴും ഞാൻ CPR കൊടുക്കാൻ പറ്റില്ല. നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോൾ നാക്ക് കടി. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ശ്വാസം മുട്ട് ഇങ്ങനെ കൂടും. അറ്റാക്ക് പോലെ ഇത് സംഭവം അറ്റാക്കാണ് ആളിന് വന്നത്. ഡയബറ്റീസ് കൂടുതലായിരുന്നിട്ടുണ്ട്. അതങ്ങനെ എന്തോ ഇതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒന്നുകിൽ ഈ ഹോസ്പിറ്റലുകാർ ഈ പെൺകുട്ടി കൊണ്ട് ചെന്ന ഉടനെ തന്നെ അകത്ത് കയറ്റി ഓക്സിജൻ കൊടുക്കണമായിരുന്നു. ഓക്സിജൻ കൊടുത്തതിന് ശേഷം ആ ഓക്സിജനോടുകൂടി ആംബുലൻസിനും ഓക്സിജൻ വേണം. അതോടുകൂടി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ വിട്ടെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റുന്നു. ഇത് ആംബുലൻസിലും ഓക്സിജൻ ഇല്ല, ഹോസ്പിറ്റലിലും ഓക്സിജൻ കൊടുത്തില്ല. ആവി പിടിക്കണം എന്തോ എടുത്ത് വെച്ച് ആ പെൺകുട്ടിയുടെ അടുത്ത് വെച്ച് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞെന്ന്. എന്ത് ദുഷ്ട ചിന്താഗതിയുള്ള മനുഷ്യന്മാരാ എന്തോ. പിടിച്ചൊക്കെയാണ്. അപ്പോഴും മൂക്കിന്ന് വായിന്ന് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചത് CPR കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവർ പറഞ്ഞത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കണത്. പണമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ പോണത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്കാണ്. പണമുള്ള പണച്ചാക്കുകൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാം,
പോയി ചികിത്സിക്കാം. ഈ കുട്ടി ഇനി എന്ത് ചെയ്യും? 2 കുട്ടികളുണ്ട്. ഇത് അനാഥയായില്ലേ? 2 കൊച്ചു കുട്ടികൾ. ഇവർ അനാഥയായ ഈ ജാസ്മിനും 2 മക്കളും അനാഥയായി. ഈ ഹോസ്പിറ്റലുകാർ അത് ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമായിരുന്നു. അത് വേദന എടുത്ത് വെപ്രാളം എടുത്ത് വിളിച്ചിട്ട് പോലും ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ അവർ ചെയ്തില്ല. അവർ ഉറങ്ങിപ്പോയി എന്നാണ് അവരെ വാദം. അവർ ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതൊരു ഹോസ്പിറ്റലുകൾ ചെന്നാലും അവിടെ ചെല്ലുമ്പോൾ ഒന്നുകിൽ മാലാഖമാരിരുന്നും കൊണ്ട് അവർ കഥകളൊക്കെ പറഞ്ഞ് ഈ സിനിമാ കഥയും പറഞ്ഞ് ചിലരങ്ങനെയാണ്. സിനിമാ കഥകളും പറഞ്ഞ് ആ വീട്ടിൽ ചക്ക വെക്കണം, മാങ്ങ വെക്കണം, മാങ്ങാക്കറി വെക്കണം, മീൻ കറി വെക്കണം, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയും. ആ രോഗി ഇരുന്ന് വിയർത്ത് തളർന്ന് ചിലപ്പോൾ ഒരു പനിയായിട്ടായിരിക്കും പോണത്. അവരെ അസ്വസ്ഥത അവർക്ക് മാത്രമേ അറിയാവൂ. എപ്പോഴെങ്കിലും ചെന്നിട്ട് ഒരു കുത്തങ്ങ് കുത്തി കൊടുക്കും. ഇതൊക്കെ തന്നെ. പിന്നെ ഒരു രോഗി ചെന്ന് കഴിഞ്ഞാൽ OP ടിക്കറ്റ് എടുക്കാനായിട്ട് വരിയിൽ ചെന്ന് കിടക്കണം. പനിച്ച് പൊരിഞ്ഞായിരിക്കും ചെന്ന് വരിയിൽ നിൽക്കണം. എത്രയോ എണ്ണം ദേഹം തളർന്ന് വീഴണതുണ്ട് ആ വരിക്ക് ചെന്ന് കിടന്നിട്ട്. അത്ര വയ്യാതെ ഇരുന്നാൽ പോലും ഒന്ന് വേടിച്ച് അങ്ങോട്ട് നോക്കിയ ഡോക്ടറെ അടുത്തോട്ട് കടത്തി വിടുകയെ ചെയ്യൂല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര്. പിന്നെ നമ്മളെ ആരോഗ്യമന്ത്രിയൊക്കെ ഇപ്പം എങ്ങോട്ട് പോയി? ഹോസ്പിറ്റലുകൾ എങ്ങനെയെങ്കിലും വെച്ചങ്ങ് കളഞ്ഞിട്ടിരുന്നാൽ പോരാ, അതിനുള്ള സജ്ജീകരണങ്ങളും കൂടെ വേണം. പിന്നെ അവിടെ ഇരിക്കണ കുറേ എണ്ണം മാസം തോറും എണ്ണി വാങ്ങിക്കുമല്ലോ, അതിൻ്റെയൊക്കെ അഹങ്കാരങ്ങളാണ്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി എന്ന് പറയാൻ കുറേ എണ്ണം ഉണ്ട്. അതിൻ്റെ അഹങ്കാരങ്ങളുമാണ്. സാധാരണക്കാരായ ജനങ്ങൾ ചെല്ലുമ്പോൾ അവരെ പട്ടിയുടെ വില കൽപ്പിക്കുന്ന ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ. ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണം ഇങ്ങനെയുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവനാണ് പോയിരിക്കുന്നത്. ആണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരിപ്പോൾ എവിടെ? പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തണവരാരും കണ്ടില്ലല്ലോ. ഈ ഒരു മനുഷ്യൻ പുരുഷനല്ലേ? ദീപക് മരിച്ചപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. പുരുഷന്മാർക്ക് വേണ്ടി ശബ്ദമുയർത്തണം, പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഇനി വാദിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയവരൊക്കെ എവിടെ? ഈ ദീപക്കിന് വേണ്ടി ഒരുപാട് പേര് ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദീപക്കിന് നീതി കിട്ടണം, പുരുഷനായിരുന്നാലും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തുല്യ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോലും ദീപക്കിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? പുരുഷന് വേണ്ടി നീതി കിട്ടണമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് ഈ മനുഷ്യന് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല? ദീപക്കിന് വേണ്ടി ജാതി മത ഭേദമന്യേ എല്ലാ ജനങ്ങളും സംസാരിച്ചു. ഇപ്പം എന്തുകൊണ്ട് ഈ ഒരു പാവ മനുഷ്യന് വേണ്ടിയിട്ട് ഒച്ച ഉണ്ടാക്കുന്നില്ല? ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയാണ്. ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും വലിയ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ ടോയ്ലറ്റിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭർത്താവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സിക്കാൻ വന്നതാണ്. ടോയ്ലറ്റിലോട്ടൊന്ന് പോയതും അതെല്ലാം കൂടെ ഇടിഞ്ഞ് അതിൻ്റെ മണ്ടയിൽ വീണ് അത് മരിച്ചുപോയി. എന്നിട്ട് അതിന് നമ്മുടെ ആരോഗ്യമന്ത്രി എന്തോന്ന് കൊടുത്തു? ഒന്നും കൊടുത്തില്ല. എന്തൊക്കെയോ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ കൊടുത്തു. മകന് ജോലി കൊടുക്കുമെന്ന് ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നും കൊടുത്തില്ല. അതുപോലെയാണ് എല്ലായിടത്തും നടക്കുന്നത്. എല്ലാ വാഗ്ദാനങ്ങളും അങ്ങ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒന്നും കിട്ടാറില്ല ആർക്കും. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. ഈ ഹോസ്പിറ്റലുകളിൽ എന്ത് സൗകര്യമുണ്ടെന്നോ, നമ്മൾ സാധാരണക്കാരായ ജനങ്ങളാണ്, നമുക്കൊന്നും വേറുള്ള ഹോസ്പിറ്റലുകളിൽ പോകാനുള്ള ഒരു ഇത് കാണൂല. നമ്മൾ ഓടിക്കൊണ്ട് പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള രോഗികൾ ചെല്ലുമ്പോൾ ഒന്ന് അവിടെ ഇരിക്കുന്ന സിസ്റ്റർമാരായിരുന്നാലും ഡോക്ടർമാരായിരുന്നാലും ഒന്ന് വന്ന് നോക്കി അവരെ ഒന്ന് പരിശോധിക്കുക. അത് വേണം ചെയ്യാനുള്ളത്. നിങ്ങളെയൊക്കെ വീട്ടിലും ഇല്ലേ ഇങ്ങനെയുള്ള മനുഷ്യർ? എങ്ങനെ തോന്നണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ ഇന്ന് അനാഥയാവൂലായിരുന്നു. ഇനി ആരിയ്ക്കണം അവരെ രക്ഷിക്കാൻ? അവരെ വീട്ടിലൊന്ന് പോവാൻ പോലും ഈ പുരുഷന്മാരെ സംരക്ഷിക്കാൻ നടക്കണവരാരും ഒന്ന് പോവാൻ പോലും മനസ്സ് കാണിച്ചില്ലല്ലോ.